PV അൻവറിന്റെ ആരോപണം പരിശോധിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർക്കാരും പാർട്ടിയും പരിശോധിക്കുമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളും ഗവൺമെന്റും പാർട്ടിയും ആവശ്യമായ രീതിയിലുള്ള ഗൗരവത്തോടുകൂടി തന്നെ എല്ലാ വശങ്ങളും എല്ലാ ഭാഗവും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അതേസമയം വിവാദങ്ങൾക്കിടെ ADGP MR അജിത് കുമാറും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് ഒരേ വേദിയിൽ കോട്ടയത്തെ പോലീസ് അസോസിയേഷൻ സമ്മേളന പരിപാടിയിലാണ് ഇരുവരും ഒരുമിച്ച് വേദി പങ്കിടുന്നത്. ഒപ്പം DGP ഷേഖ് ദർവേഷ് സാഹിബും ഉണ്ടായേക്കും. PV അൻവർ MLA ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ അജിത് കുമാറിനെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്ന ആകാംക്ഷ നിലനിൽക്കെയാണ് മുഖ്യമന്ത്രിയും ADGPയും ഒരേ വേദിയിൽ എത്തുന്നത്. CV അനുമോദും ഡാൻ കുര്യനും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരും. ആദ്യം CV അനുമോദിലേക്ക് കടക്കുകയാണ്. അനുമോദ്, എത്രത്തോളം ഗുരുതരമായ പാർട്ടിക്കും അതേസമയം അതിലുപരി സർക്കാരിനുമൊക്കെ എത്രത്തോളം ക്ഷീണമുണ്ടാക്കുന്ന വെളിപ്പെടുത്തലാണ് PV അൻവറിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്നുള്ളത് നമുക്കറിയാം. ഇനി അതിൽ എന്ത് തുടർ നീക്കങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചന? PV അൻവർ MLA കഴിഞ്ഞ ദിവസം നടത്തിയ വെളിപ്പെടുത്തൽ അത് LDFനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു സാഹചര്യമാണുള്ളത്. കാര്യം നമുക്കറിയാം, അൻവർ ഓരോ ഘട്ടത്തിലും LDFനെയും സർക്കാരിനെയും ശക്തമായി പ്രതിരോധിക്കുന്ന സ്വഭാവത്തിലുള്ള നടപടികളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആഭ്യന്തര വകുപ്പിലെ ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥനെയും അതേപോലെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും കടന്നാക്രമിച്ചുകൊണ്ടുള്ള അൻവറിന്റെ വാർത്താ സമ്മേളനം അക്ഷരാർത്ഥത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇതിൽ വളരെ ശ്രദ്ധാപൂർവമാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങൾ വന്നിരിക്കുന്നത്. എല്ലാം പരിശോധിക്കുമെന്ന് പറയുമ്പോൾ തന്നെ അൻവറിനെ തള്ളിപ്പറയാൻ പെട്ടെന്ന് കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്ന് നമുക്കറിയാം. അതുതന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഉയരുന്നത്. ഒന്ന്, അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ അത് സർക്കാരിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ തന്നെ ഏതെങ്കിലും ഉന്നത നേതാക്കളുടെ അറിവോടെ ആണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതായത് നമുക്കറിയാം, പാർട്ടിക്കുള്ളിൽ തന്നെ അൻവറിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വിമർശനം നടത്തി അതിന്റെ തുടർ നടപടികളിലേക്ക് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുടെയും അതേപോലെ ഇടതുപക്ഷത്തിലെ CPMലെ ഉന്നതരുടെ അറിവോടെയാണോ എന്ന ചോദ്യം ഒന്നാമതായിട്ട് ഉയരുന്നു. രണ്ടാമതായിട്ട് അൻവർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഒരുപക്ഷെ മുന്നണിക്ക് പുറത്തേക്ക് സ്വന്തം നിലയിലേക്ക് ഒരു നീക്കം നടത്തുവാനുള്ള ശ്രമമാണോ എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ തന്നെ PV അൻവർ ഫേസ്ബുക്കിലൂടെ CPM ആണ് തന്റെ പാർട്ടി, താൻ എന്നും ചെങ്കൊടി തണലിലായിരിക്കും ഉണ്ടാവുക എന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇന്നലെ തന്നെ ഇട്ടിരുന്നു. അതായത് അൻവറിന്റെ രണ്ടാമത്തെ തരത്തിലേക്കുള്ളതാണ് കാര്യങ്ങളെങ്കിൽ അൻവറിന്റെ ഉദ്ദേശം വളരെ കൃത്യമാണ്. അദ്ദേഹം സ്വന്തം നിലയിൽ ഈ ഒരു സാധാരണക്കാരെ ഏറ്റവും അധികം ബാധിക്കുന്ന പോലീസിന്റെ നടപടികളിലെ പ്രശ്നങ്ങൾ അതിനെതിരെ താൻ സ്വയം പോരാടുന്നു. താൻ പോരാടുന്നത് പാർട്ടിക്ക് വേണ്ടിയാണ്, പാർട്ടിയിലെ സാധാരണക്കാരായ അണികൾക്ക് വേണ്ടിയാണ്. ആ സന്ദേശം നൽകി തന്റേതായ ഒരു അണികളെ അത് തന്റെ വോട്ട് ബാങ്കാക്കാം, അല്ലെങ്കിൽ തന്റെ വിശ്വസ്തരാക്കാം, തന്റെ അണികളെ രൂപപ്പെടുത്തി തന്റേതായ ഒരു പാതയിലൂടെ മുന്നോട്ട് പോവുക. അതല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ തന്നെ CPMലെ തന്നെ ഏതെങ്കിലും ഉന്നതരുടെ അറിവോടെ ഒരു ശുദ്ധികലശത്തിനോ അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് വേണ്ടിയോ അൻവറിന്റെ വാക്കുകളിലൂടെ ഈ കാര്യങ്ങൾ പുറത്തുവന്ന് അതിന്റെ പിന്നാലെ നടപടിയിലേക്ക് പോവുക. ഈ രണ്ട് കാര്യങ്ങളാണ് എന്താണെങ്കിലും മുൻപിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒന്നും തന്നെ അൻവറിനെതിരെ കടന്നാക്രമണം നടത്തുന്ന തരത്തിലുള്ള പോസ്റ്റുകളോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. നമുക്കറിയാം, അത്തരത്തിൽ അൻവർ അല്ലാതെ മറ്റേതെങ്കിലും ഒരാളാണ് ഇത്തരത്തിലുള്ള ആക്ഷേപം ഉന്നയിച്ചെങ്കിൽ ഒരുപക്ഷെ ഇതിനോടകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവർ മറ്റൊരു തരത്തിലേക്ക് വിമർശനം വിധേയരായി പോയേനെ. പക്ഷേ അത്തരത്തിലുള്ള അൻവറിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു പരിധിവരെ നിറയുന്നത് എന്നതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും അൻവറിനെതിരെ വില വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പരാമർശങ്ങൾ ഈ സമയം വരേക്കും വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിലെ ഉന്നതരുടെ അറിവോടെയാണോ അൻവറിന്റെ ഈ വെളിപ്പെടുത്തൽ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരെ അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ മുഖ്യമന്ത്രി എന്ത് നടപടി സ്വീകരിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. അത് ഈ വരും മണിക്കൂറുകളിൽ
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയാണ്. അൻവർ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ പ്രസ്താവിച്ചിരുന്നു. കൂടുതൽ ഫോൺ രേഖകളോ അതുപോലെ തന്നെ അതിന്റെ സംഭാഷണങ്ങളോ പുറത്തുവിടാനുള്ള സാധ്യതകളുമുണ്ട്. പക്ഷേ എന്തുതന്നെയാണെങ്കിലും അൻവറിന്റെ നീക്കത്തോട് എങ്ങനെ ഇടതുപക്ഷം സർക്കാർ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പരിശോധിക്കുമെന്ന് എം വി ഗോവിന്ദൻ പറയുമ്പോൾ അത് അൻവറിന് എതിരെ ആകുമോ, അൻവർ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒപ്പം നിന്നാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. തീർച്ചയായും CV അനുമോദാണ് നമുക്കൊപ്പം ചേർന്നത്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ കൂടി ചേരുകയാണ്. ഡാൻ, ഇപ്പോൾ അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയുള്ള തുടർ നീക്കങ്ങൾ, അതാണ് ആകാംക്ഷയോടെ നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇതിലിപ്പോൾ ഗുരുതര വെളിപ്പെടുത്തൽ ആണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും പൊളിറ്റിക്കൽ സെക്രട്ടറിയും ADGPയും ഈ വിഷയത്തിൽ മൗനം തുടരുകയാണ്. ഇവർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളത് ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എന്ത് പ്രതികരണം നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഉറ്റുനോക്കുന്നതിനിടയിലാണ് ഇപ്പോൾ MV ഗോവിന്ദന്റെ പ്രതികരണം, ആദ്യ പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്. പാർട്ടി അന്വേഷിക്കുമെന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ ADGPക്കെതിരെ എന്ത് നടപടിയെടുക്കുമെന്നുള്ളതും നമ്മൾ നോക്കുന്ന കാര്യമാണ്. SP സുജിത് ദാസിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടായേക്കുമെന്നുള്ള സൂചന കൂടി ലഭ്യമാകുന്നുണ്ടല്ലോ ഡാൻ. ഡാനിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ സിമി റോസ്ബൽ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിലേക്ക്. കേരളത്തിന്റെ ഉന്നതനായ ഒരു നേതാവാണ്, പ്രതിപക്ഷ നേതാവാണ്, KPCC പ്രസിഡന്റായിരുന്നു, AICC വർക്കിംഗ് കമ്മിറ്റി മെമ്പറാ. അപ്പൊ ഈ പാർട്ടിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. വി ഡി സതീശൻ എന്നൊരു കാര്യം പറഞ്ഞിരുന്നു, CPM-നെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു പ്രവൃത്തി നടപടിയുണ്ട്. അങ്ങനെ ഏത് തരത്തിലുള്ളൊരു പാർട്ടിയുമായിട്ട് അല്ലെങ്കിൽ CPM-മായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢാലോചനയാണോ ഇത്, അല്ലെങ്കിൽ അതല്ലാന്ന് തെളിയിക്കാണ് തെളിവുകൾ? ഞാൻ വെല്ലുവിളിക്കുന്ന അദ്ദേഹത്തോട് തെളിയിക്കാനായിട്ട് വെല്ലുവിളിക്കുന്ന CPM-ആയിട്ട് ഗൂഢാലോചന ഉണ്ടെങ്കിൽ ഞാൻ ശിരസ് മുണ്ടനം ചെയ്ത് KPCCക്ക് സമർപ്പിക്കുന്നതാണ്. ലതിക സുഭാഷിനെ പോലെ കരഞ്ഞോണ്ടല്ലോ കേട്ടോ, ചിരിച്ചോണ്ട്. ഈ സിമ്മി റോസ്ബൽ ജോണിനോട് നേരിട്ട് ഏറ്റുമുട്ടാനുള്ള പേടികൊണ്ട് CPM-നെ കൂട്ടുപിടിച്ചാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ബാക്കിയൊക്കെ വാലാട്ടികളാണല്ലോ, സ്തുതിപാഠകരാണല്ലോ ഇപ്പോഴത്തെ വനിതാ നേതൃത്വം. അപ്പൊ അതുകൊണ്ട് സിമ്മി റോസ്ബൽ ജോണിനെ ഒറ്റയ്ക്ക് നേരിടാനുള്ള ചങ്കുറപ്പില്ലാത്തതുകൊണ്ടായിരിക്കും CPM-നെ കൂട്ടുപിടിച്ചെന്നാണ് ഈ പാവപ്പെട്ട എനിക്ക് തോന്നുന്നത്. അല്ലേ, ഈ കാലത്ത് ഞാനൊരു മോർണിംഗ് എനിക്ക് കാലിന് ലിഗമെന്റിന് ചെറിയ പൊട്ടലുണ്ട്. അപ്പൊ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് കുറച്ച് നടക്കണം. അപ്പൊ ഇവിടെ വന്നപ്പോ ഇവിടെ മുഴുവൻ ചാനലുകാരാ. എന്റെ പെർമിഷൻ ഇല്ലാതെയും ഒരാൾ മാത്രം എന്നോട് ചോദിച്ചു, അതിരാവിലെ ആയതുകൊണ്ട് 7 മണി ആയതുകൊണ്ട്. ബാക്കി ഞാൻ സത്യം പറഞ്ഞ ഇത്രയും പേരെ കണ്ട് ഞെട്ടിപ്പോയി. അപ്പൊ എന്നോട് ചെയ്തത് ഒരു അനീതിയാണ് എന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമല്ല ഈ കേരളത്തിലുള്ള എല്ലാ മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും തോന്നിയതുകൊണ്ടാണല്ലോ ഈ സാധുവിന്റെ വീടിന്റെ മുമ്പില് ഇത്രയും ചാനലുകാർ വന്നിരിക്കുന്നത്. എന്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ലല്ലോ. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ ഉമാ തോമസിനെതിരെ വോട്ട് ചെയ്തിട്ടെ ആ വോട്ട് ചെയ്തത് LDF-നാണെന്നുള്ള LDF കാൻഡിഡേറ്റ് വോട്ട് ചെയ്തിട്ട് ആ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ LDF-ന്റെ കൺവീനർക്ക് അയച്ചു കൊടുത്തതോ? അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ആ തെറ്റ് ചെയ്തവരോട് ചോദിക്കുക. അതിനൊക്കെ ഒരു മര്യാദയുണ്ട്. പിന്നെ കഴിഞ്ഞ വയനാട് ക്യാമ്പിൽ വെച്ചിട്ട് 1.5 മാസം മുമ്പ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞായിട്ട് ഇന്നലെ TV-യിൽ ഞാൻ പറയണമെന്ന് വിചാരിച്ച, പക്ഷെ ഇപ്പൊ ഞാൻ പറയാണ്, ദൈവം എന്നെ ഇപ്പൊ ഓർമ്മിപ്പിച്ചതാണത്. ഈ KPCC-യിൽ നടക്കുന്ന കാര്യങ്ങള് പുറത്ത് പറയാൻ കൊള്ളില്ല, ലജ്ജാകരാണെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് അന്വേഷിക്കണം. എന്താണ് ഇപ്പൊ അവിടെ നടക്കുന്നത്? ഞങ്ങളുടെ സീനിയേഴ്സും എല്ലാവരും, റോസക്കുട്ടി ടീച്ചറും ലതിക സുഭാഷും സാക്ഷാൽ ശ്രീ K. കരുണാകരന്റെ മകളൊക്കെ 10-22 വർഷം അവിടെ പ്രവർത്തിച്ചിട്ട് ഞങ്ങളാരും അവിടെ ഒന്നും കണ്ടിട്ടില്ല. ഷഹിദ കമാല് ഞങ്ങളെ കണ്ടിട്ടില്ല. അദ്ദേഹത്തോട് വ്യക്തമാക്കാൻ പറയണം. അദ്ദേഹം അവിടെ എന്താ കണ്ടതെന്ന് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങളുടെ ബാച്ചിലുള്ള ആരും കണ്ടിട്ടില്ല. ഇപ്പൊ പുതിയതായിട്ട് ഈ 2-3 വർഷം മുമ്പ് നിങ്ങൾ ആരെങ്കിലും ജെബി മേത്തറിന് ഇപ്പൊ ഇവിടെ വന്ന ഡൽഹിയിൽ നിന്ന് വന്ന ന്യൂസ് 24 ഒരു അംബുജൻ എന്ന് പറഞ്ഞ റിപ്പോർട്ടർ എന്നോട് പറഞ്ഞു അദ്ദേഹം ഡൽഹിയിലാണ്. ഈ 2 വർഷം മുമ്പ് വരെ ഈ ജെബി മേത്തർ എന്ന് പറഞ്ഞ ഒരു ലീഡർ കേരളത്തിൽ ഉണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞില്ല എന്ന്. മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ആയി പറഞ്ഞു. പിന്നെ ഈ 42 വർഷം കേരളത്തിലെ ഒരു വനിതയോടും കാണിക്കാത്ത നീതി നിഷേധം
ആ ഈ വനിതയ്ക്ക് കൊടുത്തു എന്നാ പറയുന്നത്. അത് 2 കേന്ദ്രമന്ത്രിമാരും 2 കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരും ഇരുന്ന കസേര ന്യായമായിട്ടും എറണാകുളത്ത് ജോർജ് ഈഡന്റെ മോന് കൊടുത്തപ്പോ ഇപ്പൊ മക്കൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഒന്നില്ലെങ്കിൽ AK ആന്റണി ഇരുന്ന രാജ്യസഭാ സീറ്റ് അനിൽ ആന്റണീനെ പുകച്ച് പുറത്തേക്ക് അടിക്കാതെ അദ്ദേഹത്തിന് കൊടുക്കാമായിരുന്നു. അതൊരു മര്യാദ. അല്ലെങ്കിൽ K കരുണാകരൻ രാജ്യസഭാംഗമായിരുന്നു. അന്ന് ആ സീറ്റ് AK ആന്റണി സാറിനാണ് കൊടുത്തത്. അത് പത്മജ വേണുഗോപാൽ അന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം 15 വർഷമായിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ട്. KPCC വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴാണോ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ടിരിക്കുമെന്നറിയില്ല. അത്രയും ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടല്ലോ അവർക്കൊക്കെ കൊടുക്കായിരുന്നു. അപ്പൊ ഈ അംബുജൻ പറഞ്ഞിട്ട് ഞാൻ ഞെട്ടിപ്പോയി. 2 കൊല്ലം കൊണ്ട് രാജ്യസഭ കിട്ടുന്നു ഇപ്പൊ ഈ KPCCയില്. അപ്പൊ ക്ഷമിക്കണം. ഓക്കെ. അതുപോലെ ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നേതാവിനെ ഒരു 10 വർഷമായിട്ടെങ്കിലും അറിയാവോ? അപ്പൊ അവരെന്നെ സസ്പെൻഡ് ചെയ്യാൻ മാത്രം, എനിക്കെതിരെ പരാതി കൊടുക്കാൻ മാത്രം അവരുടെ ഒരു ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് ഈ പാർട്ടിയിൽ നടക്കുന്നത്? ഞങ്ങൾക്കൊക്കെ പൊതുരംഗത്ത് പ്രവർത്തിക്കണ്ടേ? ഞങ്ങളൊക്കെ നേതാക്കന്മാരുടെ ഇഷ്ട എന്താ പറയാ, ഗുഡ് ബുക്കിൽ വന്നാൽ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. എന്താണ് ഇത് നടക്കുന്നത്? ഇവിടെ നടക്കുന്നത് എന്താണ്? അന്തസ്സും അഭിമാനവും ആഭിജാത്യമുള്ള പൊതുപ്രവർത്തകരുണ്ട്. മുൻ മന്ത്രി M കമല മുതല് സാവിത്രി ലക്ഷ്മണൻ മുതല് കേരളത്തിലെ ലീലാ ദാമോദര മേനോൻ 42 വർഷം മുമ്പ് രാജ്യസഭയിൽ പോയതാണ്. ഇല്ലേ? എത്ര ആദരവോടെയാണ് നമ്മൾ അവരെയൊക്കെ കാണുന്നത്? എത്ര ആദരവോടെയും ബഹുമാനത്തോടെയാണ് നമ്മൾ കാണുന്നത്? ഇന്ന് സീനിയേഴ്സിനെ ഒന്ന് റെസ്പെക്ട് ചെയ്യണ്ട. അവരെ ചവച്ചരച്ച് അവരുടെ മുഖത്തേക്ക് തുപ്പരുത് പ്ലീസ്. എനിക്ക് ജെബി മേത്തറോടൊരു ചെറിയ അഭ്യർത്ഥനയാണ്. ഓക്കെ, ശരി. അല്ല, ഞാനിപ്പോ ഇത് എല്ലാവരോടും ചോദിക്കാൻ പോവാ, പ്രത്യേകിച്ച് ഡൽഹിയിലുള്ളവർക്ക് അറിയില്ല. ഇവര് ഇവിടെ യൂത്ത് കോൺഗ്രസിന് ഒരു വോട്ട് കിട്ടിയിട്ട് പിന്നെ ഡൽഹിയിൽ ഓൾ ഇന്ത്യ സെക്രട്ടറിയേറ്റാ പൊങ്ങിയെന്നാ ഞാൻ കേട്ടത്. അപ്പൊ ഞാൻ റിസർച്ച് ചെയ്യാൻ പോയി. എന്റെ മോനിപ്പോ റിസർച്ച് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ ഞാനിപ്പോ റിസർച്ച് ചെയ്യുക. ഈ പരാതി കൊടുത്ത മഹനീയ വനിതകളുടെയൊക്കെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ച്. ഒരെണ്ണം ടെലിവിഷനിൽ ചാനലിൽ വന്നിട്ട് എന്റെ അടുത്ത് ചലവില എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ ഒരിക്കലും നോട്ട് കിട്ടി, ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആലോചിക്കും, ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ലീഡേഴ്സ് ഉണ്ടോ? അപ്പൊ അതിന്റെ അകത്ത് എനിക്ക് മെസ്സേജ് വന്ന, ഫോണിൽ കിട്ടിയ മെസ്സേജാണ്. 3 വർഷം മുമ്പ് മത്സരിക്കാൻ വേണ്ടി ദുബായിൽ നിന്ന് ലാൻഡ് ചെയ്ത് ഇപ്പൊ KPCCയുടെ സ്പോക്സ് പേഴ്സൺ ആണ്. ഇത് പാർട്ടിയുടെ അവസ്ഥ ഇതാണ്. ഇപ്പൊ ലീഡർ ആവണമെങ്കിൽ, കേരളം അറിയപ്പെടുന്ന ലീഡർ ആണെങ്കിൽ 2 വർഷം 3 വർഷം മതി. അതാണ് ഇന്ന് പാർട്ടിയുടെ അവസ്ഥ. ഇതൊന്നും ഞാൻ പറയാൻ പാടില്ലേ? എനിക്ക് ഇവരുടെ ആരുടെ ഒരു പോസ്റ്റും വേണ്ട. പോസ്റ്റിന് വേണ്ടിയാണല്ലോ ഇവരെയൊക്കെ ഇങ്ങനെ നമ്മള് സ്തുതി പാടി നടക്കേണ്ടത്. എനിക്ക് വേണ്ട പോസ്റ്റ്. എനിക്ക് ജനങ്ങളുടെ സ്നേഹം, അത് മാത്രം മതി. കാരണം ഇന്നലെ ഞാൻ 2 ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോ ഈ പ്രതിപക്ഷത്തുള്ളവര് എന്നോട് കാണിക്കുന്ന ഒരു ആദരവ് കണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. കാരണം എന്നെ അടിച്ചിരുത്തേണ്ടതാണ് അവര്, പക്ഷെ അവര് എനിക്ക് നൽകിയ ഒരു ആദരവുണ്ട്. അത് ഈ ഇന്നലെ വന്ന വനിതാ രത്നങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു വിഷമമുണ്ടല്ലോ, അതങ്ങോട്ട് പോയി കിട്ടി. ഇത്തരത്തിൽ ജെബി മേത്തർ അല്ലെങ്കിൽ മറ്റൊരു വനിതാ നേതാവിന്റെ പേരെടുത്ത് പറഞ്ഞ് ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് എന്തെങ്കിലും തരത്തിലുള്ള തെളിവുണ്ടോ, അതോ കേട്ടറിവ് മാത്രമാണോ? അവർ ഈ പറയുന്ന വനിതാ നേതാക്കൾ പറയുന്ന കാര്യം സിമിയെ പോലെ തന്നെ ഞങ്ങൾ താഴെത്തട്ടിൽ നിന്നും പ്രവർത്തിച്ച് മുകളിലേക്ക് വന്നവരാണ്, ആ രീതിയിലാണ് തങ്ങളെ പാർട്ടി അംഗീകരിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന പോലെ സ്ത്രീകളെ മുഴുവനും അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശം, അത് എന്ത് തെളിവിന്റെ അടിസ്ഥാനം? അല്ല, ഞാൻ എന്താണ് ഇവരെ അപമാനിച്ചത് അതൊന്ന് പറയട്ടെ. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞാൻ വളരെ ശാന്തമായിട്ട് സംസാരിക്കാനായിരിക്കും, എന്നാലും ഞാൻ പറയാം, അറിയാതെ ചിലപ്പോൾ നമ്മൾ മനുഷ്യരാണല്ലോ. അപ്പോ ഈ KPCC വലിയൊരു ക്യാമ്പ് നടക്കുമായിരുന്നല്ലോ കേരളത്തിലെ, ഒരു എന്താ പറയാ 50% വനിതകൾ ഇനി നേതൃത്വ നിരയിലേക്ക് വരുവാണല്ലോ. അപ്പോ ഈ KPCC ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ കൊള്ളില്ല എന്ന് പറഞ്ഞു. അത് ഞാനല്ലല്ലോ പറഞ്ഞത്, പ്രതിപക്ഷ നേതാവല്ലേ പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന് സംശയമുണ്ട് ഇവരൊക്കെ ആരാ എന്താന്നൊക്കെ. എല്ലാവർക്കും എന്നെ കണ്ടാ കിണ്ണം കട്ടുമെന്ന് തോന്നി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതിനും കൂടി അതൊരു വലിയ തെളിവല്ലേ. അത് ഇന്നലെ ഒരു റെജി ലൂക്കോസ് ആണെന്ന് തോന്നുന്നു ഇന്നലെ ചർച്ചയിൽ പറഞ്ഞായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം വേണം. അപ്പൊ ഇതെല്ലാം തെളിയും. അവിടെ നടക്കുന്ന എന്താണ്, രഹസ്യമായിട്ടുള്ള ചർച്ചകളാണോ, എന്താണ് അവിടെ നടക്കുന്നത്? ബിന്ദു കൃഷ്ണ പറഞ്ഞായിരുന്നു ഞാൻ അവിടെ എന്തോ കണ്ടെന്ന്. അതും ഇന്നലെ ഒരു വനിത ചാനൽ ചർച്ചയിൽ പറഞ്ഞു.
മുല്ലപ്പള്ളിയുടെ അടുത്ത് പുറത്ത് പറയാൻ കൊള്ളില്ലാത്ത എന്തോ കണ്ടെന്ന്. ഞങ്ങളാരും ഇതൊന്നും കണ്ടിട്ടില്ല. ഞങ്ങളുടെയൊക്കെ ഒരു രാഷ്ട്രീയ കാലഘട്ടം മനോഹരമായിരുന്നു. ഞങ്ങളൊക്കെ മീറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ലീഡേഴ്സിനെ വിളിച്ചെന്ന് അവരെ വീട്ടിൽ നിന്ന് ഭക്ഷണം തരും ഭാര്യമാര്. അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തു പോയി കഴിക്കും. അപ്പൊ അതെന്നൊക്കെ മാറിയിട്ട് ഇപ്പൊ KPCC ഓഫീസിന്റെ അത് ഇനി ഭക്ഷണശാലയുണ്ടോ എന്നൊക്കെ എനിക്ക് സംശയം തോന്നുന്നുണ്ട്. മാഡം ഒരു സംശയം, ഇങ്ങനെ കേട്ടറിവാണോ മാഡം ഈ പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പറയുന്നതിൽ അല്ല, പീഡന പരാതികൾ ഒരുപാട് പേര് ഇപ്പൊ ഇനിയിപ്പോ പത്മജയുടെ അടുത്ത് പറഞ്ഞ പീഡന പരാതികൾ പത്മജ പറയുമായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് മുമ്പുള്ള സീനിയേഴ്സ്, കാരണം അവരൊക്കെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എല്ലാവരുടെ അടുത്തും വ്യക്തമായി തെളിവൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അതിന് CPM-ന്റെ ഗൂഢാലോചനയായിട്ട് കൂട്ടിക്കലർത്തണ്ട. ഇതിന്റെ അകത്ത് ഒരുപാട് നല്ല ക്വാളിറ്റീസ്, നല്ല ശിരസ് താഴ്ത്താതെ അധ്വാനിച്ച് ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ട്. പണിയെടുത്തിട്ട് അതിന് റിവാർഡ് വാങ്ങിക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ പറയട്ടെ, എന്നെ പറയാൻ അനുവദിക്കണം. അപ്പൊ അവരെയൊന്നും അടച്ചാക്ഷേപിക്കരുത്. അപ്പൊ അവർക്കൊക്കെ ഈ മെറിറ്റ് നിഷേധിക്കപ്പെടുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നുമല്ലോ. പിന്നെ ചിലർക്കൊക്കെ പറയാൻ പേടിയാണ്, എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്തു എന്ന് പറയാൻ പേടി. അപ്പൊ അത് ഞങ്ങളെ പോലുള്ളവരോട് പറയും. അപ്പൊ എന്റെ അടുത്ത് എനിക്ക് പല കാര്യങ്ങളും ഞാൻ അത് സേവ് ചെയ്യാറില്ല. പക്ഷെ ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ വെച്ചിട്ട് എന്റെ അടുത്ത് വ്യക്തമായ എവിഡൻസ് ഉണ്ട്. ഞാൻ കോൺഫിഡന്റ് ആണ്. അവരുടെ പെർമിഷൻ മാത്രം മതി എനിക്ക്. എനിക്ക് പരാതി മാത്രമല്ല, തെളിവും തന്നിട്ടുണ്ട്. അത്ര മാത്രമേ പറഞ്ഞാൽ മതി. പെട്ടെന്ന് രാജിവെക്കേണ്ടി വരും. അവരൊന്ന് സമ്മതിക്കാനായിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. അല്ല, അവർക്കിപ്പോ പോസ്റ്റ് നിഷേധിച്ചിട്ടുണ്ട്. അവർ നല്ലതായിട്ട് പ്രവർത്തിച്ച ആളുകളാ. ഇപ്പൊ പുതിയത് വന്നല്ലോ, ഇപ്പൊ ഒരു കാറ്റഗറി വന്നിട്ടുണ്ട്, 50 വയസ്സിന് താഴെയുള്ള യൂത്ത് കോൺഗ്രസുകാരായ ചെറുപ്പക്കാരികളായിരിക്കണം എന്ന്. ആ ഒരു പുതിയ കാറ്റഗറി എന്ന് വെച്ചാൽ അവരൊക്കെ ഔട്ടായി പോയി. കാരണം ചിലർക്കൊക്കെ 40 വയസ്സായി, 40 വയസ്സ് 45 വയസ്സൊക്കെ. എനിക്ക് ആ വയസ്സൊന്നും അറിയില്ല കേട്ടോ. അതിൽ ഞാൻ ഇന്നലെ ഒരു ആൾ കുറച്ച് പുറത്ത് വരാനുള്ള ധൈര്യം കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. അത് എന്റെ ഒരു പ്രസ്റ്റീജിന്റെയും കൂടി പ്രശ്നമാണ്. എന്റെ ഒരു പ്രസ്റ്റീജാണത്. അല്ല, ഇതില് ഞാൻ പറയാം, എല്ലാവരും പറയില്ല. ചിലർക്ക് പോസ്റ്റിന് വേണ്ടി ഇപ്പൊ ഞാൻ പറയട്ടെ, പോസ്റ്റിന് വേണ്ടി എന്തിനും തയ്യാറുള്ളവരുണ്ടാവാം, ഇല്ലായിരിക്കാന്നൊന്നും ഞാൻ പറയുന്നത്. എല്ലാ മേഖലകളിലില്ലേ, അത് തൊഴിൽ മേഖലകളില്ലേ ഇല്ലേ, അങ്ങനെയുള്ളവരുണ്ടാവും. പക്ഷെ അല്ലാതെ ലൈഫിൽ വാല്യൂ കൽപ്പിച്ച് പൊതുപ്രവർത്തനം നടത്തുന്ന ഒട്ടനവധി വനിതകളുണ്ട്. ഇല്ലെന്ന് പറയട്ടെ. ഞാൻ ആരെയും സംശയത്തിൽ നിർത്തല. എന്നെ കണ്ടാ കിണ്ണ കിടാം. എന്റെ കയ്യിൽ തെളിവുണ്ടെന്നേ, പക്ഷെ അവരുടെ പെർമിഷനും കൂടി വേണ്ട എനിക്ക്. അതിന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അത് എത്ര, കാരണം അതെന്റെ ഒരു അന്തസ്സിന്റെയും കൂടി പ്രശ്നമാണ്, പ്രസ്റ്റീജാണ്. ആരുടെ 3 പേരുടെ തെളിവുണ്ട് എന്റെ അടുത്ത്, ഒരാളുടെ അല്ല. അത് ഞാൻ പറയുന്നത് അവരുടെ പെർമിഷൻ ഇല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല. അത് പറയിപ്പിക്കാൻ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല, എന്റെ കൂടെയുള്ള ഒരു നല്ല ടീമും പ്രവർത്തിക്കുന്നുണ്ട്. അല്ല, ഇപ്പൊ എല്ലാ സീനിയർ പ്രവർത്തകരും ഞാനായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങളിപ്പോ വിവിധ പാർട്ടികളായതുകൊണ്ട് നമ്മളിപ്പോ അത്രയും അടുപ്പമില്ലല്ലോ, നമ്മളെ പാർട്ടിയിൽ ഒരുമിച്ചുള്ളത് പോലെ. ഞാൻ ചോദിക്കട്ടെ, ഈ പാർട്ടിയില് ഇനിയിപ്പോ മുസ്ലിമായിട്ട് ഒരു, നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല, ഒരു ജമീല എബ്രഹാം ഉണ്ടായിരുന്നു. ജമീല എബ്രഹാം ഇന്ദിരാജിയുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്തൊരു വനിതാ നേതാവാണ്. ഞങ്ങളൊക്കെ ഒരുപാട് ആദരിക്കുന്നു. ഇപ്പൊ കൊല്ലത്താണ്. ഞാൻ ഈ അടുത്ത് അവരെ പോയി കണ്ടിരുന്നു. അപ്പോ അവർക്കൊക്കെ ഈ 42 വർഷം അവരുടെ സ്പീച്ച് കേട്ടാൽ നിങ്ങൾ കൊതിച്ചു പോവും. അത്രയ്ക്ക് നല്ല ആക്സെന്റും, അത്രയ്ക്ക് എന്താ പറയാ, ഇന്ന് അവരുടെ അത്രം ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരു ലേഡി ഉണ്ടോന്ന് അറിയില്ല. അവർക്ക് ഈ 42 വർഷത്തിനുള്ളില് ഒരു തവണ രാജ്യസഭയിൽ പോകാനൊരു അവസരം കൊടുക്കായിരുന്നല്ലോ. മരിക്കുമ്പോ ഒരു മുൻ രാജ്യസഭാ അംഗം എന്നെങ്കിലും പറയാമായിരുന്നല്ലോ. അവരൊക്കെ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചതല്ലേ, ക്വാളിഫൈഡ് ആയിരുന്നില്ലേ? എന്തുകൊണ്ട് കൊടുത്തില്ല? ഇനി ഷാനിമോളുടെ അയോഗ്യത എന്താ? ഷാനിമോള് 50 വയസ്സ് കഴിഞ്ഞു എന്നുള്ളതാണ് അയോഗ്യത. പാവ ഷാനിമോള് പേടിച്ചിട്ടാട്ടോ പ്രതികരിക്കാത്തെ. കാരണം പാവ ഇനി എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുവാണ്. കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇല്ലേ, മെറിറ്റ് എവിടെയാണ് തഴയപ്പെട്ടത്? അതൊന്നും ഞാൻ പറയില്ല.
മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് കെ സുധാകരനോട് കാര്യങ്ങളെല്ലാം നേരത്തെ അയ്യോ, അദ്ദേഹത്തോട് ആരെന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് ഉള്ളിന്റെ ഉള്ളിൽ ഒരു നന്മയുള്ള വ്യക്തിയാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് സഹായിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിന് പേടിയാണ്. അദ്ദേഹത്തിന് ഭയങ്കര പേടിയാണ്. കാരണം ഈ വി ഡി സതീശൻ എന്ന വ്യക്തി, ഞാൻ പേരെടുത്ത് പറയാണ്, എന്റെ ഒപ്പം ഒന്നും ഭാരവാഹിയായിട്ടില്ല, മനസ്സിലായോ? പക്ഷെ അദ്ദേഹത്തിനുണ്ടല്ലോ, അദ്ദേഹം കേന്ദ്ര ഡിഫൻസ് മന്ത്രിയുടെ കായ് അങ്ങോട്ട് തട്ടി മാറ്റും. പിന്നെ KPCC പ്രസിഡന്റ് മൈക്കൊക്കെ പിടിച്ച് പറിച്ച് വാങ്ങിക്കും. പിന്നെ UDF കൺവീനറിന്റെ എവിടേക്കാണ് തട്ടണമെന്ന് എനിക്കറിയില്ല. ഇന്നാളെ മറന്നുപോയത്, ഈ ഇലക്ഷന്റെ റിസൾട്ട് വന്നല്ലോ, ഈ പാർലമെന്റ് ഇലക്ഷൻ. അപ്പൊ അദ്ദേഹത്തിന് എന്തോ ചെയ്യണമുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ ഓരോരുത്തരെയും, രമേശ് ചെന്നിത്തലയാണ് പിന്നെ മുന്നിൽ നിന്ന് പിന്നിൽ നിന്നാണ് എവിടേക്കാണ് കുത്തിയത്, കഴുത്തറുത്തത് എന്തുകൊണ്ടാന്നൊക്കെ ആ പാവത്തിനോട് തന്നെ ചോദിക്കണം. അതുകൊണ്ട് ഞാൻ പറയും, ഇതൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും പേടിച്ചിട്ട് മിണ്ടാതിരിക്കുകയാണ്. പക്ഷേ സിമി റോസ്ബൽ ജോൺ നിർഭയയാണ്, മരണത്തെ പേടിക്കുന്നില്ല. ഈ അടുത്ത ശ്വാസം എനിക്ക് ദൈവം തന്നാലേ ഉള്ളൂ, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ 5 വർഷം നിശബ്ദയായിരുന്നു, പക്ഷെ ഇപ്പൊ ദൈവം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞത് കൊടുക്കാൻ കഴിയുന്ന എല്ലാ പദവികളും താങ്കൾക്ക് തന്നിരുന്നു. PSC അംഗമായിരുന്നു, PSC മെമ്പറായിരുന്നു, അതിന് വലിയ തുക ശമ്പളമായും പെൻഷനായിട്ടും ഒക്കെ ലഭിക്കുന്ന ഒരാളാണ്. അതിനുശേഷം ഈ ഓരോ സമയത്തും ഓരോ സീറ്റിന് വേണ്ടി ചോദിച്ചപ്പോൾ പോലും താൻ അതൊന്നും തീരുമാനിക്കുന്ന ഒരാളായിരുന്നില്ല. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ ആയിരുന്നു അന്ന് നേതൃത്വ സ്ഥാനത്തുണ്ടാകുന്നത്. താൻ വന്നിട്ട് ഇത്ര വർഷമേ ആയിട്ടുള്ളൂ. മറുപടി പറഞ്ഞട്ടെ, PSC അംഗം എനിക്ക് തന്നു എന്നാണ് പറയുന്നത്. എന്റെ കൂടെ കൊളീഗായിട്ടുള്ള അഡ്വക്കേറ്റ് ഹരീന്ദ്രനാഥ്, അദ്ദേഹം എന്റെ ബാച്ചില് 2013 ബാച്ചിൽ PSC മെമ്പറാണ്. അദ്ദേഹത്തിന് പെൻഷനുണ്ട്. അദ്ദേഹം ഇപ്പൊ KPCC ഭാരവാഹിയാണ്. സതീഷിന് വല്ല വിഷമമുണ്ടോ അതില്? ഒരു വിഷമവുമില്ല. സിമ്മി റോസ്ബൽ ലോണ് മാത്രമേ ഉള്ളൂ വിഷമം. പിന്നെ അതിന്റെ തൊട്ട് 2012 ബാച്ചിൽ ടെന്യൂർ കഴിഞ്ഞ ബേബിസൺ ഇപ്പോഴും KPCC ഭാരവാഹിയാണ്. അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവിന് ഒരു വിഷമവും ഇല്ല. ആ കസേരകളൊന്നും സിമ്മി റോസ്ബൽ വരാൻ പാടില്ല. ഓക്കെ. ഇനി വിജയലക്ഷ്മി ടീച്ചർ PSC അംഗമായിരുന്നു, പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്, KPCCയുടെ ജനറൽ സെക്രട്ടറി അതിന് ശേഷം. പിന്നെ പാലക്കാട് മത്സരിക്കുകയും ചെയ്തു പാർലമെന്റിൽ. ഈ വി ഡി സതീശന്റെ വായിൽ പഴമൊന്നുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു, കേട്ടോ. പിന്നെ ഇവിടെ ഒരു PSC മെമ്പർ രാജിവെപ്പിച്ചിട്ട് ഇത്രയും വലിയൊരു ഭരണഘടനാ പദവി രാജിവെപ്പിച്ച് LDF കൊടുത്തിട്ട് ഞാൻ മത്സരിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അത് എന്റെ ഒരു സീനിയർ നേതാവിന്റെ ഒരു ഭയങ്കര വലിയൊരു സ്ട്രാറ്റജി ആയിരുന്നു. അപ്പോ ഈ ആദർശവാനായ വി ഡി സതീശന്റെ വായിൽ അന്നും പഴം ഉണ്ടായിരുന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ചോദിക്കാമായിരുന്നല്ലോ ഇതൊക്കെ എന്താ നീതിയാണെന്ന്. എഡ്വേർഡ് എഴുത്തിനെ കൊണ്ടുവന്നു ചോദിക്കാമായിരുന്നല്ലോ ഇയാൾ എവിടെ നിന്ന് വന്നു. ആ പാവ ഷാനിമോൾക്ക് അന്ന് കുറച്ച് നട്ടലുണ്ടായിരുന്നോണ്ട് ഷാനിമോൾ ചോദിച്ചിട്ടോ. PSC അംഗമാക്കി എന്നുള്ളതിനപ്പുറത്തേക്ക് താങ്കൾക്ക് ഒരു പദവിയും പിന്നീട് കിട്ടിയില്ല എന്നുള്ളതാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ മാഡം, 35 വർഷത്തിൽ കൂടുതൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. 37 വർഷം കറക്റ്റ് പറഞ്ഞാൽ. ഞാൻ KSUവിന്റെ കൾച്ചറൽ ഫോറം കൺവീനർ ആയിട്ടാണ് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ എന്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. പിന്നെ യൂണിറ്റ് ഭാരവാഹിയായി. പിന്നീടാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലർ തുടർച്ചയായിട്ട് ഇലക്ഷന് മത്സരിക്കാനൊക്കെ തുടങ്ങിയത്. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എനിക്ക് ഈ പാർട്ടിയില് എനിക്ക് എന്റെ കൂടെയുള്ളവർക്ക് കേന്ദ്രമന്ത്രിയാവാം, സംസ്ഥാനത്ത് മന്ത്രിയാവാം, ഹൈബീഡൻ MLA ആവാം, MP ആവാം, രാഷ്ട്രീയകാര്യ സമിതി അംഗമാവാം, MLAയുടെ പെൻഷൻ വാങ്ങിക്കാം, KV തോമസിന് 2 പെൻഷൻ വാങ്ങിക്കാം. ഇപ്പോഴും അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടല്ലോ അദ്ദേഹത്തിന്റെ പുതിയ പദവിയിൽ. ഇപ്പൊ ഈ അടുത്ത് 25 ലക്ഷം രൂപ കിട്ടി. അപ്പൊ അതിലൊന്നും പ്രതിപക്ഷ നേതാവിന് ഒരു വിഷമവും ഇല്ല. ഒരു വിധവയായ നിരാലംബയായ 11 വയസ്സിൽ പിതാവ് നഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെ അമ്മയാണ് ഞാൻ. എന്റെ 2 ബ്രദേഴ്സും ഇവിടുത്തെ സിറ്റിസൺ അല്ല. ഈ വീട്ടില് എന്റെ അമ്മയും ഞാനും ഞങ്ങളെ സഹായിക്കുന്ന ഒരു ചേച്ചിയും മാത്രമേ ഉള്ളൂ. എനിക്കൊരു പെൻഷൻ കിട്ടുന്നതിന് അദ്ദേഹം എന്തിനാണ് ഇത്ര വിഷമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്ത് ദ്രോഹമാണ് അദ്ദേഹത്തോട് ചെയ്തത്? എന്ത് ദ്രോഹമാണ് അദ്ദേഹത്തോട് ഞാൻ ചെയ്തത്? അല്ലെങ്കിൽ ഹൈബീഡനോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തത്? എനിക്ക് യൂത്ത് കമ്മീഷൻ തന്നിരുന്നു. ഫസ്റ്റ് ഉമ്മൻചാണ്ടി സാർ അത് രമേശ് ചെന്നിത്തലയാണെന്ന് PCC പ്രസിഡന്റ് എഴുതി തന്നു. അത് ക്യാബിനറ്റ് പാസ്സാക്കേണ്ട ചീഫ് മിനിസ്റ്ററാണ് അത് അപ്രൂവ് ചെയ്തത്. അന്ന് മന്ത്രി ജയലക്ഷ്മിയുടെ ടേബിളിലെത്തിയപ്പോ ഉമ്മൻചാണ്ടി സാറ് മരിച്ചു പോയെങ്കിലും രമേശ്ജിക്ക് ഈ കഥ അറിയാം, ഈ സത്യം അറിയാം. അവിടെ ചെന്ന് ഈ ഹരിത MLAമാരെയും കൂട്ടി ഹൈബീഡനും ഈ പ്രതിപക്ഷ നേതാവ് അന്ന് MLA ആയിരുന്നല്ലോ, ആ പോസ്റ്റ് തട്ടിത്തെറിപ്പിച്ച് അത് ഫയല് മടക്കി അയച്ചു.
ദേശീയ യുവജന നയത്തിന് എതിരാന്ന് ആ ഒരു പോസ്റ്റിൽ പോലെ എന്നെ ഇരുത്തില്ല. അപ്പോഴേക്കും ഞാൻ പറയുന്ന കേൾക്കൂ, ആ പോസ്റ്റ് തട്ടിത്തെറിച്ചപ്പോ അവിടെ ദൈവത്തിന്റെ ഒരു അദൃശ്യമായ കരമുണ്ടായിരുന്നു. അപ്പോഴേ ഈ KPCC പ്രസിഡന്റിനും കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർക്കും വാശി വന്നു, ഒരു വിധത്തിലും എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോഴേക്കും ഒരു ഒഴിവ് വന്നു PSCയിലേക്ക്. അപ്പോ ഇവരോട് ആരുടെയും പെർമിഷൻ വാങ്ങിക്കാതെ അവർ രണ്ടുപേരും കൂടി യുനാനിമസ് എടുത്തൊരു ഡിസിഷനാണ് എന്റെ. അങ്ങനെയാണ് ഗവർണർക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നത്. അപ്പൊ ഞാൻ പറയുന്നതേ, ഒരാളെ എന്നും എല്ലാ കാലത്തും 10-35 വർഷമൊന്നും സൈഡ് ലൈൻ ചെയ്ത് നിർത്താൻ പറ്റില്ല. സൈഡ് ലൈൻ ചെയ്ത് നിർത്താൻ പറ്റില്ല. ദൈവം അവിടെ ഇടപെടും. അല്ലെങ്കിൽ ആരെങ്കിലും ദൈവത്തെ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക്, ദൈവത്തിന് നമ്മുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല. പക്ഷെ അന്ന് വന്നത് കേരളത്തിന്റെ ചീഫ് മിനിസ്റ്ററും കേരളത്തിന്റെ KPCC പ്രസിഡന്റുമാണ്. അപ്പോ അതാണ് എനിക്ക് തന്ന പദവി. എനിക്ക് അർഹതയില്ലേ? നിങ്ങൾ തന്നെ പറയും, ഇത്രയും വർഷം, ഈ 2 വർഷം കൊണ്ട് രാജ്യസഭയൊക്കെ കിട്ടുന്ന ആൾക്കാർക്ക് മുമ്പിൽ 37 വർഷം പ്രവർത്തിച്ച അന്തസ്സോടും ആഭിജാത്യത്തോടും തലയുയർത്തി നിന്ന ഒരു വനിതയ്ക്ക് അർഹതയില്ലേ? പറയൂ, നിങ്ങൾ പറയൂ. എന്തിനാണ് ഇവരെന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഞാൻ ഇവരുടെ ആരുടെ ഒരു പേഴ്സണൽ, ഞാൻ ആരെക്കുറിച്ച് ഐ നെവർ സ്പീക്ക് ബാഡ്. പക്ഷെ ഇവരെ ഇപ്പൊ കാലത്തിന്റെ കാവ്യനിധിയാണ് എന്റെ അടുത്ത് ഓരോ രേഖകൾ എത്തുന്നത്, ഓരോ തെളിവുകൾ എത്തുവാണ്. ഇന്നിപ്പോ രാവിലെ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് എന്നോട് സംസാരിച്ചത്, DK ശിവകുമാർ കൊടുത്ത 30 കോടി ഒരു കായവണ്ടി വന്നു, അത് എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ല, അതിന്റെ രേഖകളായി ഇന്ന് എനിക്ക് മിക്കവാറും കിട്ടും. അപ്പൊ എനിക്ക് അറിയാത്തൊരു കാര്യമാണത്. അങ്ങനെ എത്ര ആളുകളാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പൊ അത് അദൃശ്യമായ ഒരു കരം എവിടെയൊക്കെയോ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് കർണാടകയിൽ നിന്ന് വന്ന 30 കോടി ഒരു കായവണ്ടിയിൽ വന്നു എന്നാണ് പറയുന്നത്, ഡീറ്റെയിൽസ്. അപ്പൊ എനിക്ക് ഇവിടെ ചാനലുകാരൊക്കെ നിൽക്കുന്നു. അപ്പൊ ഞാൻ ഫോൺ പിന്നെ കട്ട് ചെയ്ത്. എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്? സാധാരണ ഇപ്പൊ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവര് മോഷണം നടത്തും, കളവ് നടത്തും, കള്ളക്കടത്ത് നടത്തും. പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇങ്ങനെയൊന്നും ആവരുത്. നമ്മൾ കുറെയൊക്കെ സംയമനം പാലിക്കണം. പ്രത്യേകിച്ച് വിധവകളായ സ്ത്രീകളുടെ നിന്ന് ശാപം വാങ്ങിക്കരുത്. അവരും ജീവിച്ച് പൊയ്ക്കോട്ടെ. ഈ PV അൻവർ ഒരു ആരോപണം വി ഡി സതീശനെതിരെ ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പ് കാലത്ത് മീൻവണ്ടിയിൽ കർണാടകയിൽ നിന്ന് പണം കൊണ്ടുവന്നു, അതുപോലെ സമാനമായ ആരോപണം. അതല്ല, ഇതൊരു വളരെ എന്താ പറയാ റിലയബിൾ സോഴ്സിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് ഡീറ്റെയിൽ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. ഇനി എന്റെ ഫോണിപ്പോ അറിയാലോ, എനിക്ക് സംസാരിക്കുന്നതിനൊക്കെ പരിമിതി ഉണ്ടല്ലോ. ഉറപ്പായിട്ടും. കാരണം ഇപ്പൊ ജീവന് വരെ ഭീഷണിയായിട്ട് ഇരിക്കുവല്ലേ. അപ്പൊ പോലീസിന്റെ സഹായം കൂടി ഞാൻ തേടിയിട്ടുണ്ട്. ഉറപ്പായിട്ടും ആ ആളുകളെ ചിലപ്പോ ഞാൻ വഴിയല്ലാതെ അവരെ രംഗത്ത് വരാം. ഉറപ്പായിട്ടും. കാരണം ഇന്നിപ്പോ ഈ പാർട്ടിയില് മെറിറ്റിന് വിലയില്ലാന്ന് നമ്മൾ കാലം തെളിയിച്ചു കഴിഞ്ഞു. മെറിറ്റിന് വിലയില്ല. ഈ 37 ഇയേഴ്സ് പ്രവർത്തിച്ച ഞാനാണ് എനിക്ക് അത് തന്നു ഇത് തന്നു എന്നാണ് ഒരാൾ പറയുന്നത്. അപ്പൊ ഇവർക്കൊക്കെ കൊടുക്കുന്ന ഇത്രയും ഈ എന്താ പറയാ സോറി ഇതൊക്കെ ചെയ്തിട്ടും ഓരോരുത്തർക്ക് പ്രമോഷൻ കൊടുക്കുന്നില്ലേ? ഇല്ലേ? എത്രയോ പോസ്റ്റ്, സെയിം പോസ്റ്റ് കൊടുക്കുന്ന ഓരോരുത്തർക്ക്. അല്ല, എന്താ പേര് പറയാം? ഇവരൊന്നും പേരില്ലാത്ത വ്യക്തികളാണോ? അതൊക്കെ അവരോട് ചോദിക്കണം. എന്തായാലും മെറിറ്റല്ല. ഞാൻ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു വേർഡ് ഈ നിമിഷം വരെ എനിക്ക് എന്റെ ഫാദർ എന്നെ പഠിപ്പിച്ച ചില വാക്കുകളുണ്ട്. എപ്പോഴും നീ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരിക്കണം, ചെറിയ കുട്ടിയായിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. കാസ്റ്റിംഗ് കൗച്ച്, പീഡനം, പിന്നെ എന്താണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വേർഡ് എന്താണ്? അഡ്ജസ്റ്റ്മെന്റ്. അതൊന്ന് ഞാൻ ഓരോരുത്തർക്ക് പേഴ്സണൽ ലൈഫ് ഉണ്ട്, അതൊക്കെ അവരുടെ ചോയ്സ് ആണ്. പക്ഷെ ഞാൻ ഒരു വേർഡ് ഇന്നലെയോ മിഞ്ഞാന്ന് പറഞ്ഞു. ഈ രാജഭരണകാലത്തും ഈ അമ്മച്ചി വീടുകളുണ്ടായിരുന്നു, തങ്കച്ചി വീടുകളൊക്കെ. അപ്പൊ അവർക്കൊക്കെ കുറെ സ്വർണവും പണവും എല്ലാം കൊടുത്ത് വീടും വസ്തുക്കളും സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ കൊടുത്ത് അവരെ കുടിയിരുത്തും. ഓക്കെ, അതൊക്കെ രാജഭരണകാലത്ത് നാട്ടു നടപ്പായിരുന്നു. പക്ഷെ അവരെ രാഷ്ട്രതന്ത്രത്തിൽ ഇടപെടത്തില്ലായിരുന്നു. അത് കെ കരുണാകരന്റെയും ഉമ്മൻചാണ്ടി സാറിന്റെയും രമേശ് ചെന്നിത്തലയുടെയും അതുപോലെ തന്നെ
കെ ആന്റണി സാറിന്റെ ഒക്കെ കാലഘട്ടത്തില് തെന്നല ബാലകൃഷ്ണൻ അതിലൊക്കെ മെറിറ്റ് ഉണ്ടായിരുന്നു. എം കമലത്തിനെ പോലെ മിനിസ്റ്റർ ആയിട്ടുള്ള MT പത്മയ്ക്കുള്ള പ്യുവർലി മെറിറ്റ് ആണ്. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലായിട്ട് സംസാരിച്ചിരുന്നു. നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹമായിട്ട് പരാതി വല്ലതും പറഞ്ഞിരുന്നു, പങ്കുവച്ചിരുന്നു? അല്ല, ഞാൻ ഈ ഒരു അദ്ദേഹത്തെ ഞാൻ കണ്ടത് ഇലക്ഷൻ ക്യാമ്പയിന് പോയപ്പോഴാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ അന്ന് ഭയങ്കര ബിസിയായിരുന്നു ഇലക്ഷൻ ക്യാമ്പയിന്. അപ്പൊ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ ഒരു ഗുരുതരമായ ആരോപണം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഉന്നയിക്കുന്നതിന് മുമ്പ് അതായത് നേതാക്കന്മാരോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടാവില്ലേ? അത് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ 1-2 നേതാക്കളോട് സംസാരിച്ചിരുന്നു. ആരോടൊക്കെ പറഞ്ഞു? അതെനിക്ക് പറയാൻ പറ്റില്ല. അവിടെ നിന്ന് നീതി ലഭിക്കാത്തത് കൊണ്ടാണോ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നത്? തീർച്ചയായിട്ടും KPCC പ്രസിഡന്റിനൊന്നും നീതി കിട്ടിയില്ല. ഈ പറഞ്ഞ നേതാക്കന്മാരുടെ പിന്തുണയോടുകൂടി തന്നെയാണോ പറയാൻ വന്നത്? അത് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. ഇത്ര നടപടിയാ ഞാൻ പറഞ്ഞില്ലേ, അടുത്ത ശ്വാസം എനിക്ക് ദൈവം തന്നാൽ മുന്നോട്ട് പോകും. അല്ല, ഈ തെളിവുകൾ കുറെ പേര് പരാതി ഇപ്പോൾ അതെ. അല്ല, ഇപ്പൊ എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരായിരുന്ന ആളുകളെ, കേന്ദ്ര ഡിഫൻസ് മന്ത്രിമാരെയൊക്കെ പേടിപ്പിച്ച് നിർത്തുന്ന ഒരാളെ എന്നെ എന്താ ചെയ്യാൻ പോണെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഇനി എപ്പോഴാണ് കാണുന്നതെന്നും കൂടി ഗ്യാരണ്ടി ഇല്ല. അതൊന്നും എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം വെച്ചാല് എന്തും ചെയ്തു കളയും. ഒരു പ്രതിപക്ഷ സ്ഥാനം തട്ടിയെടുക്കാൻ എന്തൊക്കെയാ ചെയ്തത്? പിന്നെയാണോ ഒരു സാധു വിധവയായ നിരാലംബയായ ഈ സഹോദരങ്ങൾ പോലും നാട്ടിലില്ലാത്ത ഒരു പാവ സ്ത്രീയുടെ അവസ്ഥ? പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ സ്ഥിതിക്ക് മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് അല്ല, ഞാൻ എന്നും എന്റെ പ്രസ്ഥാനത്തെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എന്നും നെഞ്ചോട് ചേർത്ത് ഇപ്പോഴും പിടിക്കുന്നുണ്ട്. അതാണ് അതിന്റെ ഉത്തരം. ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴേ അവിടെ ഒരുപാട് വനിതകളുണ്ട്. ഞാൻ നിങ്ങളോട് ഇത്രയോ നല്ല കുലിനയായ എന്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ലീലാ ദാമോദർജി മുതല് 42 വർഷം മുതല് MT പത്മ മുതൽ എത്രയോ പേര് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇല്ലേ? റോസക്കുട്ടി ടീച്ചറിന്റെ പേര് പറഞ്ഞു, മറ്റേ നമ്മുടെ ഷാഹിദ കമാലിന്റെ പേര് പറഞ്ഞു, എത്രയോ പേര് ഞാൻ പറഞ്ഞു, എത്രയോ പേരുടെ. ഇനി ഞാൻ എന്താ പറയണ്ടേ? എത്രയോ നല്ലവരുണ്ട് ഈ പാട്ടിൽ, എത്രയോ താഴെത്തട്ടിലുണ്ട്. എല്ലാവരും ചീത്തയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അത് എന്നെ കണ്ടാൽ കിണ്ണം കട്ടിട്ടുണ്ടോന്ന് പറയാൻ തലയിൽ തപ്പി നോക്കുന്ന ആളുകളോട് എനിക്കിപ്പോ എന്തെങ്കിലും പറയാൻ പറ്റുമോ? എനിക്കെന്തെങ്കിലും പറയാൻ പറ്റുമോ? അത് അവരവർ ഡിസൈഡ് ചെയ്യണം. അവരവരുടെ ലൈഫ്, അവരവരുടെ ക്യാരക്ടർ, അവരവരുടെ പേഴ്സണാലിറ്റി, അതൊക്കെ അവരവരുടെ പാരന്റ്സിൽ നിന്ന് കിട്ടണം, കുടുംബത്തിൽ നിന്ന് കിട്ടണം. അല്ലെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരെ ആട്ടിപ്പായിച്ച് തുപ്പി ഒരു വിധവയുടെ പ്ലേറ്റിൽ കൈയിട്ടിട്ട് കൈയിട്ട് വരുന്നല്ല. അല്ല, ജെബി മേത്തർ പറയുന്നത്, ജെബി മേത്തർക്ക് ഞാൻ മഹിളാ കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ സെക്രട്ടറി ആണെന്ന് അറിയില്ലായിരുന്നു എന്നാ. അതുപോലെ അറിയില്ല. ഇപ്പൊ എനിക്ക് ലീലാ ദാമോദര മേനോൻ ഏത് വർഷമാണ് 44 വർഷമായി കാണും ആയതെന്നൊക്കെ എനിക്കറിയാം. 1991 മിനിസ്ട്രിയിൽ MT പത്മ ഉണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം വലിയ ചരിത്ര ഗവേഷകയൊന്നും അല്ലെങ്കിൽ അത്യാവശ്യം എന്റെ സീനിയർ ലീഡേഴ്സിനെയൊക്കെ എനിക്കറിയാം. അപ്പൊ ഇതൊന്നും അറിയാത്ത ആളുകളോട് ഞാൻ എന്ത് പറയാനാ? ഇപ്പൊ എനിക്കൊരു സംശയം, ഞാൻ മഹിളയാണോ പുരുഷനാണോന്ന്. കാരണം ഇവിടെ 135 മഹിളകളെ സ്റ്റേജിൽ കയറ്റി രാഹുൽ ഗാന്ധി വന്നപ്പോ. എന്നെയും പത്മജി ചേച്ചിനെ മാത്രം കയറ്റിയില്ല. പത്മജി ചേച്ചി രാഷ്ട്രീയകാര്യ സമിതി എന്താ, ഞങ്ങളുടെ രണ്ടുപേരുടെ പേരില്ല. കാരണം ഈ എറണാകുളത്ത് പുതിയ നേതൃത്വം, പുതിയ ചെറുപ്പക്കാർ, ബാക്കി എല്ലാവരും വൃദ്ധസദനങ്ങളിലേക്ക് പൊയ്ക്കോട്ടെ. അല്ല, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല പത്മജി ചേച്ചി ഒന്നും അങ്ങനെ ചെയ്യില്ല. പത്മജി ചേച്ചി ഒന്നും വിളിച്ച് അങ്ങനത്തെ സംസാരത്തിന് ഒന്നാമത് സമയം ഉണ്ടായിട്ടില്ല, സംസാരിക്കാനായിട്ടൊരു ടൈം കിട്ടിയില്ല. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോ കാലത്ത് തന്നെ കണ്ടല്ലോ 8 മണി വരെ. ഇപ്പൊ ഇന്നലെയും ഏകദേശം ഇങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങളൊരു യാത്ര പോയി ചോദിച്ചാല് എനിക്ക് രാത്രി ഞങ്ങള് ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥനയുണ്ട്, ജപമാല ചൊല്ലുന്ന ആളുകളാ. അത് കഴിഞ്ഞ് ഞങ്ങൾ കിടന്നപ്പോ തന്നെ 11:30 മണിയായി. പിന്നെ എനിക്ക് കുറേ വിദേശ മലയാളികൾ എന്നെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു, US-ലുള്ള UK-ലുള്ള ഒക്കെ. പലരും എന്റെ പ്രസ് ഇന്നലത്തെ കണ്ടിട്ട് കരഞ്ഞവരുണ്ട്, സങ്കടപ്പെട്ടിട്ട്. അതൊന്നും ഉണ്ടായിട്ടില്ല, ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. പത്മജി ചേച്ചി ഒരുപാട് അപമാനങ്ങൾ സഹിച്ചു. അപ്പൊ പത്മജി ചേച്ചിയോട് ചോദിച്ചെന്താന്ന്, ചേർത്ത് പിടിക്കാതെ ചെയ്തത്, നിങ്ങൾക്ക് ഇനി എന്താ തരാനുള്ള എന്നാ ചോദിച്ചത്. എന്താ തരാനുള്ളതെന്ന്. അല്ല, അത് അവരുടെ ഇഷ്ടമാണല്ലോ. ഒരാൾക്ക് തന്നെ ഇപ്പൊ എന്നെ എന്റെ പാർട്ടിക്ക് വേണ്ട, പക്ഷെ എനിക്ക് എന്റെ പാർട്ടിയെ വേണം.
അത് എന്റെ ചോയ്സ് ആണത്. പത്മ ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടാവും ഇത്രയും അപമാനം സഹിച്ച് നിൽക്കണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവും. അവരും ഒരുപാട് അവരൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞല്ലോ, ഞാൻ KPCC പ്രസിഡന്റിനോടും ലീഡേഴ്സിനോടും കരഞ്ഞ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങളത് കേട്ടിട്ടുണ്ടോ? ആ ഇന്റർവ്യൂ കേട്ടാണോ? ലഭിച്ചില്ലെങ്കിലും കോൺഗ്രസ് പ്രവർത്തകയായി തുടരുമെന്നാണ്. ഞാൻ പറയട്ടെ, ഞാൻ ഓൾറെഡി ഒരു ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട് ഞാൻ. അതുകൊണ്ടാണ് എന്റെ റെക്കോർഡ് ഇന്നും ഞാൻ ഇലക്ഷന് കൊച്ചിൻ കോർപ്പറേഷന്റെ 28 ഡിഷാർ റെക്കോർഡ് ആരും ബ്രേക്ക് ചെയ്തിട്ടില്ലല്ലോ. ഫെമീനയിലുണ്ട് 1991 മെയിൽ എടുത്ത് നോക്കി അറിയാം. ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഇന്നും ഞാൻ ഇവിടെ കോവിഡ് കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ എല്ലാ ചാനലിന്റെയും നിങ്ങളുടെ ലൈബ്രറിയിൽ കാണും. നിങ്ങളുടെ കാരണം അതൊക്കെ ഞാൻ ഒരു ഡിജിറ്റൽ വർക്ക് ചെയ്തിട്ടോ മീഡിയക്കാരെ വിളിച്ചിട്ടോ ഒന്നുമല്ല. നമ്മൾ ചെയ്ത നന്മകളൊക്കെ നമുക്ക് തിരിച്ച് ദൈവം തരാതിരിക്കില്ലല്ലോ. ഇപ്പൊ ഞാൻ എപ്പോഴും എന്റെ കൊച്ചു ലോകത്ത് കൊച്ചു തിരക്കുകളാണ്. ഇന്നലെ രാവിലെ എനിക്കൊരു പുസ്തകമേളയുടെ ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു എടപ്പള്ളിയില് NSS കരയാള്. വലിയ പരിപാടിയൊന്നുമല്ല, വലിയ പ്രസ് കവറേജോ പത്രക്കാരൊന്നും വരുന്ന ചെറിയ പരിപാടികളൊക്കെ. പക്ഷെ എന്റെ ലൈഫ് ഞാൻ എപ്പോഴും പ്ലസന്റ് ആയിട്ടിരിക്കാൻ, എപ്പോഴും സന്തോഷവതിയായിട്ടിരിക്കാൻ, ചുറ്റിനും നന്മ നിറഞ്ഞ് എല്ലാവർക്കും സന്തോഷം കൊടുക്കാൻ എന്നെ ദൈവം പ്രാപ്തിയാക്കിയിരിക്കുകയാണ്. അതിനെനിക്കൊരു ഉമ്മൻചാണ്ടി സാർ പറഞ്ഞ പോലെ എനിക്കൊരു പോസ്റ്റും വേണ്ട, എനിക്കൊന്നും വേണ്ട. ഞാൻ സന്തോഷവതിയാണ് ലൈഫില്. പോസ്റ്റ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ പറയാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് വരില്ലല്ലോ. ആ പറഞ്ഞ ഒരുപാട് കാലമായി എന്നെ ഇന്റർവ്യൂവിന് വേണ്ടി ക്ഷണിക്കുന്നത്, ഒരുപാട് കാലം എനിക്ക് കൊടുക്കാമായിരുന്നല്ലോ. ഇല്ലേ? ഞാൻ ചെയ്തില്ലല്ലോ അതൊന്നും. ഇപ്പൊ സാഹി കേട്ടിട്ടാണ് 5 വർഷത്തെ എന്റെ നിശബ്ദമായ എന്റെ വിപ്ലവം. അത് ഞാനെടുത്ത തീരുമാനമല്ല, അത് ഇതെല്ലാം കണ്ട് മനം എടുത്ത് ഒരു ശക്തി ഉണ്ടല്ലോ, അതൊരു പക്ഷെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. തൃക്കാക്കര ഇലക്ഷന് സിമി ഹോസ്പിറ്റലിൽ സീറ്റ് ചോദിച്ചിരുന്നോ മത്സരിക്കാൻ? ഇല്ല, ഞാൻ ചോദിച്ചിരുന്നില്ല. കാരണം ഞാൻ PT ആണല്ലോ എന്നെ പൊളിറ്റിക്സിൽ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ, PTയുടെ വൈഫ് എന്റെ ഗുരുപത്നിയാണ്. അപ്പോ PTയുടെ വൈഫിന് കൊടുക്കണം എന്ന് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം. ഗുരുവിന് കൊടുക്കുന്ന ഒരു ഇതാണല്ലോ. പിന്നെ അതുപോലെ ഇവരാഗ്രഹിച്ച കാൻഡിഡേറ്റ്, ഇവർ 6 പേര് എഴുതി കൊടുത്തേ രാഹുൽ ഗാന്ധിക്ക് എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ നിങ്ങൾ രാഹുൽജിയുടെ ഓഫീസായിട്ട് കോണ്ടാക്ട് ചെയ്യുക. പക്ഷേ ആ ഒരു കാര്യത്തില് ഉമ്മൻചാണ്ടി സാറും രമേശ് ചെന്നിത്തലയും കേരളത്തിലെ എല്ലാ ലീഡേഴ്സും ഒറ്റക്കെട്ടായിട്ട് നിന്ന്. ദീപ്തി മേരി വർഗീസും ആ സീറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദീപ്തി മേരി വർഗീസ് അവിടെ വോട്ട് മാറ്റി കുത്തി എന്ന് ദലാൽ നന്ദകുമാർ. അല്ലല്ല, ഞാൻ എവിഡൻസോടുകൂടിയാണ് കണ്ടത് ചാനലില്. എന്നിട്ട് മാനനഷ്ട കേസ് കൊടുക്കുന്ന പറഞ്ഞല്ലോ, പുള്ളി വെല്ലുവിളിച്ചല്ലോ, 1 കോടിയെങ്കിലും കിട്ടുമല്ലോ എന്ന് ചോദിച്ചല്ലോ. മാനനഷ്ട കേസ് എന്താ കൊടുക്കാൻ? ഞാനാണെങ്കിൽ കൊടുക്കുമായിരുന്നു, ഉറപ്പായിട്ട്. എനിക്ക് 1 കോടി വെറുതെ കിട്ടുമായിരുന്നല്ലോ, കൊടുക്കേണ്ടതായിരുന്നു. അത് ഞാൻ പറയില്ലേ, തലയിൽ പൂടേണ്ടെന്ന് തപ്പി നോക്കുന്ന ആളുകളോട് ഞാൻ എന്തിനാണ് മറുപടി പറയണ്ടേ? എന്നെ കണ്ടാൽ ഞാൻ ഇങ്ങനെയുള്ള ആളുകളോടൊന്നും, അവർക്ക് അവരുടെ വഴി, ഞാൻ ഒന്നിനും പോവാറില്ല. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ നിശബ്ദയായിട്ടിരിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? പറ. നമ്മൾ എന്തോരം പണ്ട് VM സുധീരൻ പറഞ്ഞ പോലെ നമ്മളെ ചവിട്ടി ഇവിടം വരെയായി. ഞാൻ എത്രയോ പേരോടാണ് പറയുന്നത്, എത്രയോ പേരോടാ പറയുന്നത്. അല്ല, എന്റെ അത്രം പ്രവർത്തിച്ച VD ശേഷൻ എന്റെ അത്രം പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ സ്ഥാനത്തിരിക്കുന്ന വനിതാ നേതാക്കളുണ്ടല്ലോ, ജെബി മേത്തർ ആണെങ്കിലും ദീപ്തി മേരി വർഗീസ് ആണെങ്കിലും, ഇവരുമായി സംസാരിച്ചിരുന്നു ഈ വിഷയങ്ങൾ? അല്ല, ജെബി മേത്തർ പറയുന്നത് ചേച്ചി ഇപ്പോ KPCC ഭാരവാഹിയല്ലോ. എന്റെ മുഖത്ത് നോക്കി ചോദിച്ചതാ. ഞാൻ എന്റെ ഒരു സീനിയറോട് അങ്ങനെ ചോദിച്ചിട്ടില്ല, എന്നോട് ചോദിച്ചതാ. അത് ഞാൻ റെക്കോർഡൊന്നും ചെയ്ത് വെച്ചിട്ടില്ല. പക്ഷെ അന്ന് എന്റെ കൂടെ ആരോ ഉണ്ടായിരുന്നത്, ഷിയാസ് ഉണ്ടായിരുന്നു, മുഹമ്മദ് ഷിയാസ്, DCC അസോസിയേറ്റ്. ദീപ്തി മേരി വർഗീസിന്റെ അടുത്ത് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവരൊക്കെ വലിയ ലീഡേഴ്സ്, അവരെ സപ്പോർട്ടുള്ള, നമ്മൾ പേടിച്ച് ജീവിക്കണം അവരെയൊക്കെ. നമ്മൾ അത്രയൊന്നും ആയിട്ടില്ലല്ലോ. ഈ 37 വർഷം കൊണ്ട് നമ്മൾ പാവം ജീവിച്ച് പോകുന്നേ ഉള്ളൂ. അവരോടൊന്നും ഏറ്റുമുട്ടാനുള്ള ആരോഗ്യം എനിക്കില്ല. ഈ സ്ഥാനമാനങ്ങൾ തഴയപ്പെട്ടതിനപ്പുറത്ത് KPCCയിൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് വ്യക്തിപരമായ ഏതെങ്കിലും തരത്തിൽ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ തയ്യാറാണ്? ഞാൻ 25 വയസ്സിൽ പാർലമെന്റിൽ പോകാമായിരുന്നു. ഞാൻ മോശമായിട്ട് അനുഭവമൊന്നും വേണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അന്തസ്സോടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതുകൊണ്ട് മാത്രം പല കാര്യത്തിലും തഴയപ്പെട്ടിട്ടുണ്ട്. എന്നോട് ആരും മോശമായിട്ട് പെരുമാറിയിട്ടില്ല. പക്ഷെ എനിക്കറിയാം ഓരോ ആളുകൾ സ്ഥാനങ്ങൾ നേടുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന പല ഘടകങ്ങളുണ്ടല്ലോ. അത് നടക്കുന്നു എന്നുള്ളതാണ് പ്രധാന ആരോപണം. ആയിരിക്കാം. ഇപ്പൊ എന്റെ അടുത്ത് അങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. മറ്റൊരാൾക്ക് ഉണ്ടാവാൻ പാടില്ലെന്നും മറ്റൊരാൾക്ക്
അത് അനുവദിക്കാതെ അവർക്കത് പരാതി പറയാനുള്ള റൈറ്റ് ഇല്ല എന്നൊന്നും പറയാൻ പാടില്ലല്ലോ. ഇത് എല്ലാ മേഖലയിലും ഉണ്ട്, എല്ലാ മേഖലയിലും. പിന്നെ ചിലർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവർക്ക് നാണം കെട്ട് നേടിയതെന്നും ആ നാണക്കേട് തീർത്തോളെന്ന് പറഞ്ഞവരോടൊപ്പം നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. മറ്റൊന്ന്, ഇപ്പം ഇതിനകത്ത് ഇപ്പൊ ചില തെളിവുകൾ താങ്കൾക്കും കിട്ടിയെന്ന് പറഞ്ഞല്ലോ, ചില വനിതാ നേതാക്കൾ താങ്കളുമായി പങ്കുവച്ചു. അത് ഒരു ക്രൈം ആണെങ്കിൽ പോലീസിനെ സമീപിക്കാനുള്ള ഒരു നീക്കം അല്ല, അവർക്ക് കുറച്ച് പേടിയുണ്ട്, അതുകൊണ്ടാണ് സമീപിക്കാതിരുന്നത്. പക്ഷെ ഇപ്പൊ ചിലപ്പോ വേറെ സമ്മർദ്ദങ്ങളുണ്ട്, കാരണം അല്ലെങ്കിൽ ഞാൻ പ്രതിസന്ധിയിലാവുമല്ലോ. അപ്പോ എന്റെയും കൂടി ഒരു പ്രസ്റ്റീജിന്റെ എന്റെ ഒരു ഇഷ്യൂ ആണത്. നിങ്ങളും പ്രാർത്ഥിക്കുക പുറത്ത് വരാൻ. ഒരു കാര്യം കൂടി, മറ്റ് പാർട്ടികളിൽ നിന്നും ക്ഷണം കിട്ടിയാൽ പോകുമോ? അല്ല, എനിക്ക് ഇതിനു മുമ്പ് ക്ഷണം കിട്ടിയില്ല. ഞാൻ പറഞ്ഞില്ല 5 ഇയേഴ്സ് മുമ്പ് ക്ഷണം കിട്ടിയിട്ടുണ്ട്. മുല്ലപ്പള്ളി കമ്മിറ്റിയിൽ എന്നെ തഴഞ്ഞിട്ട് എന്നെ KPCC എക്സിക്യൂട്ടീവിൽ പോലും ഇടാൻ VD സതീശൻ സമ്മതിച്ചില്ല. മുല്ലപ്പള്ളി എന്നോട് പറഞ്ഞതാ. ഹൈബി സമ്മതിച്ചില്ല. എനിക്ക് പോവാമായിരുന്നല്ലോ. ഈ 5 വർഷം 5 വയസ്സ് കൂടിയല്ലോ. ആ 5 വർഷം എനിക്ക് സൗഭാഗ്യകരമായിട്ട് മുന്നോട്ട് പോകാമായിരുന്നല്ലോ. എത്രയോ ലീഡേഴ്സ് പോയി. KV തോമസ് പോയില്ലേ? VD സതീശനും ഹൈബിയുടെനും മാത്രമാണോ പ്രശ്നക്കാർ? അല്ല, എന്നെ അവർക്ക് മാഡത്തിനോട് ഇത്ര ഒരു വിരോധം വിരോധം ഉണ്ടാകാൻ കാരണം അത് അവരോട് ചോദിക്കണം. ഞാൻ എന്തായാലും ഉത്തരം പറയാം. അവരോട് ചോദിക്കണം. കാരണം മേയർ സൗമിനി ജെയിൻ അതിന് എന്നോടൊരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അവരോട് മാറാൻ പറഞ്ഞു. മാറി രാജിവെച്ച് പോകാൻ ഭീഷണിപ്പെടുത്തി. പക്ഷെ അവരും ഒരു കുലീനിയായ സ്ത്രീ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത്രയും ഞാൻ പറയുന്നുള്ളൂ. VD സതീശനും ഹൈബിയുടെനും നിങ്ങളായിട്ട് ഇത്രയധികം പ്രശ്നം എല്ലാ മേഖലയിലും ഇപ്പം നേരത്തെ അല്ല, എന്നെ എത്രയോ ഞാൻ ഇപ്പൊ രമേശ് ചെന്നിത്തല സാറിന്റെ ഞാൻ സംസാരിച്ചിട്ടില്ല ഈ ഇഷ്യൂ. അതിന്റെ തലേ ദിവസം ഞാൻ സംസാരിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്ത് പറയേണ്ട ആവശ്യം എന്താ? എനിക്ക് സപ്പോർട്ട് ഇല്ലാഞ്ഞിട്ടാണോ? അദ്ദേഹം എന്നോട് ചെയ്തത് തെറ്റാണെന്ന് തന്നെയല്ലേ പറഞ്ഞത്? മാധ്യമ സുഹൃത്തുക്കളോട് അല്ല, ഇന്നലെ ഞാൻ ഇത് കണ്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ ഒത്തിരി പേര് ഫോൺ ചെയ്ത് പറഞ്ഞായിരുന്നു. പിന്നെ തിരക്കായതുകൊണ്ട് ഡീറ്റെയിൽ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് ലീഡേഴ്സ്. മറ്റു നേതാക്കൾക്കൊന്നും പ്രശ്നമില്ലേ? ഒരാൾക്കും പ്രശ്നമില്ല ഈ ജില്ല. ഞാൻ പറയാം, ഈ ജില്ലയിൽ ഒരുപാട് ലീഡേഴ്സ് KPCC പ്രസിഡന്റ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. PT എഴുതി കൊടുത്തതാണ്. PT മരിച്ചോയെങ്കിലും ഉമ്മയ്ക്ക് അതറിയാം. ഏറ്റവും മെറിറ്റ് ഉള്ളത് ഞാനാന്ന് PT പറഞ്ഞിട്ടുണ്ട്. എന്റെ മുന്നിൽ വെച്ച് KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. സിമി റോസ്ബലിന്റെ അത്ര മെറിറ്റ് എറണാകുളം ജില്ലയിൽ ഒരു വനിതയ്ക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ PTയുടെ ഒരു ബ്ലെസ്സിങ് എനിക്കുണ്ട്. പിന്നീട് ഭാഗ്യമായി ഉമാ തോമസുമായി സംസാരിച്ചു. തീർച്ചയായിട്ടും ഉമ്മാ തോമസ്, ഞാനൊരു കാര്യം പറയാം. ഞാൻ കോളേജ് ഇലക്ഷനൊക്കെ നിൽക്കുമ്പോഴേ എന്റെ ഫാദറോടത്തൊക്കെ സംസാരിച്ചാണ്. ഇപ്പൊ ഞാൻ രാജീവ് ഗാന്ധി ഇന്റർവ്യൂ ചെയ്ത ഒരു ഇതുണ്ട്, ഫോട്ടോ ഉണ്ട്. അദ്ദേഹത്തിന് ഞാനാണ് കൊണ്ടു കൊടുത്തത്. ഈ തദ്ദേശ ലോക്കൽ ബോഡി ഇലക്ഷനല്ല, അന്ന് ചെറുതാണല്ലോ, അപ്പൊ എത്രയും ചിന്തയൊന്നും ബുദ്ധിയൊന്നും ഇല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പാർട്ടിയിലെ സംവരണം വേണം, ഇലക്ഷന് മത്സരിക്കുമ്പോൾ സംവരണം, ഞാൻ ചെറിയ നോട്ട് കൊടുത്തായിരുന്നു. അപ്പൊ അത് PTക്ക് ഭയങ്കര സന്തോഷമായി. PT അത് കഴിഞ്ഞിട്ട് ആ ഫോട്ടോ എടുത്ത് അതിന്റെ PTയുടെ ഫ്രണ്ട് ഉണ്ട്, ഇപ്പൊ LDFൽ പോയ മുരളീധരൻ ചേട്ടൻ, പുള്ളിയുടെ പ്രസ്സിൽ കൊണ്ടായി പ്രിന്റ് എടുത്തിട്ട് അത് കൊണ്ട് കാണിച്ചു. അപ്പൊ ആ അച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതിലാണെന്ന് നമ്മള് നോട്ടീസൊക്കെ അടിക്കുന്നത് കോളേജ് ഇലക്ഷന്റെ. അപ്പോ അങ്ങനെ അവരുടെയൊക്കെ ഒരുപാട് ഞാൻ ഉമ്മ എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ എപ്പോഴും എനിക്കൊരു സ്പേസ് ഉണ്ട്. ഈ ആരോപണങ്ങൾക്ക് ശേഷം ഉമാ തോമസുമായിട്ട് ബന്ധപ്പെട്ടോ? ഇല്ല, ഞാൻ അതിനും ഒരാഴ്ച മുമ്പ് ഞാൻ ഇന്നൊന്ന് വിളിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരാഴ്ച വിളിച്ചിട്ടുണ്ട്. അന്ന് ഉമാ തോമസിനോട് ഇക്കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. അല്ല, ഉമാ തോമസിന് ഭയങ്കര സങ്കടമുണ്ട്. ഞാൻ എന്നെപ്പോലുള്ള ഒരാളെ ഇങ്ങനെ സൈഡ് ലൈൻ ചെയ്ത് നിർത്തിയേക്കുന്നത്. ഉമാ തോമസിനോട് സിമി വരൂ പ്ലീസ് വരൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എന്നെ പട്ടിയെ പോലെ ആട്ടുന്നത് ഞാൻ കാണണോ ഉമ്മ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ തൃക്കാക്കര ഇലക്ഷന്റെ പ്രചാരണത്തിലൊന്നും ഉമാ തോമസിനൊപ്പം സിമി റോസ്ബെൽ സജീവമായിരുന്നില്ലല്ലോ, അതെന്തുകൊണ്ട്? ആര് പറഞ്ഞു? ഉമ്മാ തോമസിന്റെ ഇലക്ഷൻ വണ്ടിയിൽ ഞാൻ നിൽക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ. ഉമ്മാ തോമസിനോട് നിങ്ങളത് ചോദിക്കുക. അങ്ങനെയൊന്നും പറയരുത്. കാരണം ഞങ്ങൾക്ക് ലൈം ലൈറ്റിൽ വരാവുന്നത്ര ഞാൻ ഭാരവാഹിയല്ലല്ലോ. ഇപ്പൊ തീത്തിമേരി വർഗീസിന്റെ ഫോട്ടോ വരണ പോലെ എന്റെ ഫോട്ടോ വരില്ലല്ലോ. ഞങ്ങളൊക്കെ പത്മജ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു മൂലക്കിരുത്തും. കരുണാകരന്റെ മോളെ മൂലക്കിരുത്തിയ നേതാവാണ് അദ്ദേഹം. അപ്പൊ പിന്നെ എനിക്ക് മൂലക്കോലും ഇരിക്കാൻ പറ്റില്ല. ഞാൻ ചിലപ്പോൾ സ്റ്റേജിന്റെ ഇങ്ങനെ ഓഡിയൻസിന്റെ കൂടെയൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പൊ എന്നെ പോലെ ഒരു ആൾക്ക് അതൊരു വേദന ഉണ്ടാക്കുന്ന കാര്യമായതുകൊണ്ട് ഞാൻ കുറച്ച് പുറകിലോട്ടൊക്കെ പോകും. കാരണം ഈ വനിതാ രത്നങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ ഇതിന്റെ അകത്ത് പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ ചെറിയൊരു വേദന ഉണ്ടാവുമല്ലോ ഹൃദയത്തില്. സ്വാഭാവികമല്ലേ അത്? അത് ജലസല്ലല്ലോ. ജലസാണോ? ഒരിക്കലല്ല. അപ്പൊ അതിലൊക്കെ ഉമ്മാ തോമസിന് ഒത്തിരി സങ്കടമുണ്ട്. കാരണം അവരുടെ ഭർത്താവ് കണ്ടുപിടിച്ചതാണ് എന്നെ.
അതിൽ ഉമ്മ തോമസിന് വ്യക്തിപരമായിട്ട് വേദനയുണ്ട്, അതെനിക്കറിയാം. ഞാൻ പറഞ്ഞു ചേച്ചി ഇതാണ് അവസ്ഥ. പത്മജ ചേച്ചിനെ ഒരു മൂലക്കിരുത്തുന്ന ആളുകള് എന്നെ ഇനി സ്റ്റേജിൽ നിന്ന് എങ്ങാനും തള്ളിയിടുമെന്ന് എനിക്ക് പേടിയാന്ന് പറഞ്ഞു. എത്രയോ വേദികളിൽ അദ്ദേഹം വിനോദിനെ MLA ആക്കിയല്ലോ. ആ സമയത്ത് ഞാൻ ആ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അസൂയില്ലാത്തതുകൊണ്ട് നമ്മൾ പോയി. കഴിവും പ്രാഗൽഭ്യവും നോക്കിയിട്ടല്ല കൊടുത്തെങ്കിലും നമ്മൾ പോയി. സ്റ്റേറ്റ് ലീഡറൊന്നും ആയിരുന്നില്ലല്ലോ. പല പത്രക്കാരും എന്നോട് ചോദിച്ചു ഈ വിനോദ് ആരാന്ന്. അതിനെക്കുറിച്ചൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോഴേ ആ പത്രക്കാരുടെയും മീഡിയാസിന് ഇതുപോലെ ഞാൻ ചോദിച്ചാൽ പറയാം, മാറി നിൽക്ക്, എന്നോട് പറയാ, ഇങ്ങനെ പറയാണ്. ആ സീറ്റിൽ മത്സരിക്കാൻ 100% അർഹതയുള്ള ഒരാളാ. എന്നിട്ട് പറയാം മാറി നിൽക്ക്, സിമി വരണ്ട. ആ കൈരളി ന്യൂസുകാരോട് പറയാം, ആ നോമിനേഷൻ കൊടുക്കുന്ന ഏതെങ്കിലും ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ ധാർഷ്ട്യം ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട്. എന്നോട് വരണ്ടാന്ന്. മത്സരിക്കാനായിട്ട് കാൻഡിഡേറ്റ് ആയിട്ടല്ല അവിടെ നമുക്ക് എന്നെ എവിടെയും കാണാൻ പാടില്ല. പത്രക്കാരുടെ മുമ്പിൽ ഞാൻ വരാൻ പാടില്ല, ആരുടെ മുമ്പിൽ ഞാൻ കാണാൻ. ഇങ്ങനെ പട്ടിയെ ആട്ടുന്ന പോലെ ആട്ടിയാൽ ഞാൻ വീട്ടിലിരിക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചു. അത് തെറ്റിപ്പോയി. അത്ര എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ 3 നേതാക്കൾക്കെതിരെ തന്റെ കയ്യിൽ ആരോപണവും പരാതിയും തെളിവും ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ആരോപണം ഉന്നയിച്ചു, അതല്ലെങ്കിൽ തുറന്നു പറഞ്ഞു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇനിയിപ്പോൾ ആരെയാണ് സിമി പർമ്മ അയക്കുന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ ആ നേതാക്കൾ അല്ല, അവർക്ക് കുടുംബം ഉണ്ടല്ലോ. അപ്പൊ നേതാക്കന്മാരുടെ പേര് പറയാമോ? ഇങ്ങനെ ഒരു പരാതിയും തെളിവും ഉണ്ടെങ്കിൽ ആ തെളിവുള്ള നേതാക്കന്മാരുടെ പേര് അത് ഇരകളാണ് പറയേണ്ടത്, സിമി റോസ്ബൽ അല്ല പറയേണ്ടത്. ഞാനല്ല പറയേണ്ടത്. അത് അനുഭവിച്ച അവരാണ് പറയേണ്ടത്. സിമി തുറന്നു പറയുന്നത് സിമി അത് ഞാൻ പറഞ്ഞില്ലേ, ഒരാളുടെ അല്ലല്ല, എന്നോട് പറയുന്നല്ല ഞങ്ങൾ എന്താ ചെയ്യണ്ടേന്ന്. അവർക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞു. എന്താ ചെയ്യണ്ടേന്നാ എന്നോട് ചോദിച്ചത്. അപ്പൊ ഞാൻ പറയാം അതിന് നമുക്ക് അവസരം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി. പക്ഷെ ഇന്നലെ ഞാൻ ഒരാളുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്തപ്പോ കുറച്ച് പേടിയുണ്ട്. എന്നാലും ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ വേറെയും പീഡന കഥകളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് പറയാം, അതൊക്കെ ഞാൻ പറയാം, എല്ലാം പറയാം. വരട്ടെ, സമയം വരട്ടെ. ഇത്ര പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുഖ്യമന്ത്രി ആവാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയില്ല. അതൊക്കെ കാലം തീരുമാനിക്കട്ടെ. താങ്ക് യു. വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് സിമി റോസ്ബൽ. നേരത്തെ പറഞ്ഞ ആരോപണങ്ങൾ ആവർത്തിക്കുന്നതിനൊപ്പം പുതിയ ആരോപണങ്ങൾ കൂടി ഇന്ന് ഉന്നയിച്ചിരിക്കുകയാണ് സിമി റോസ്ബൽ. വെല്ലുവിളിക്കുകയാണ് VD സതീശനെ സിമി. തനിക്ക് CPM ബന്ധമുണ്ടെങ്കിൽ CPM പിന്തുണയിലാണ് താൻ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത് എന്ന് തെളിയിക്കുകയാണെങ്കിൽ തല മുണ്ടനം ചെയ്ത് KPCCക്ക് സമർപ്പിക്കാമെന്നുള്ള വെല്ലുവിളിയാണ് സിമി റോസ്ബൽ നടത്തിയിട്ടുള്ളത്. ജബി മേത്തർ MPക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തനിക്കെതിരെ പരാതി നൽകിയിട്ടുള്ള ഇപ്പോഴത്തെ വനിതാ നേതാക്കൾ അവരുടെ പ്രവർത്തന പരിചയം, അവരുടെ പ്രവർത്തന റെക്കോർഡ് താനൊന്ന് പരിശോധിക്കുന്നുണ്ട്. തനിക്കിനി സ്ഥാനമാനങ്ങൾ വേണ്ട, ഇനി ആരുടെയും ഗുഡ് ബുക്കിൽ ഇടം നേടേണ്ട, അതുകൊണ്ട് തന്നെ താൻ പറയാനുള്ളതെല്ലാം ഇനി തുറന്നു പറയുമെന്നുകൂടി പറയുകയായിരുന്നു സിമി റോസ്ബൽ. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.